അപ്പോൾ ഗൈസ് നമ്മുടെ വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എമർജൻസി ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈറ്റി, സാനിറ്ററി പാഡ്, അതുപോലെ ലുങ്കി, ബെഡ്ഷീറ്റ്, ടർക്കി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഴയത് കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസ് കുറച്ചൊക്കെ അത്യാവശ്യം ചീത്തയാകാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. അരി, വെള്ളം, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലെ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകുമല്ലോ, എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, ഇത് ഇടണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് കുറേ കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ, എന്താ ചെയ്യാത്തതെന്നുള്ള രീതിയിൽ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള റിപ്ലൈ പോലെയാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ചെയ്യുന്നവരെയും കൂടെ മനസ്സ് മടുപ്പിക്കാതിരിക്കുക.